കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇതിന്റെ കൂടെ. അപ്പൊ സിറ്റിന്ന് സിറ്റിന്ന് കേറണവര് കേറ്, ഇറങ്ങുന്നവര് ഇറങ്ങിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈകള് ഇതുപോലെ ലൈക്ക് ക്യാരക്ടർ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവൻ ഇനി വരുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈക്ക് ഈകള്, അതായത് നമ്മുടെ ടി വി എന്ന് പറയുന്നത് ടി വിയിലെ ബാക്കി 30-35 പ്ലേയേഴ്സ് അടങ്ങുന്നതാണ് ടി വി. അതിലിപ്പോൾ ഒരാൾ ആര് പോയാലും നമുക്ക് അത്രയും ബാധിക്കുന്ന ഒരിതാണ്. അപ്പോഴാണ് ലൈക്ക് ആ ഒരു പ്ലേസിലാണ് ഈകള് പോയേക്കണേ. ഈകളെന്ന് പറഞ്ഞാൽ ലൈക്ക് അറിയാലോ, ടി വി എന്ന് പറയുന്നത് തന്നെ ലൈക്ക് അറിയാലോ നിങ്ങൾക്ക്, ആ ഒരു ആളാണ് മെയിനായിട്ട് കൊണ്ടുവന്ന് അതിനെ ഇതുവരെ എത്തിച്ച് അല്ലെങ്കിൽ ആ ഒരു സാധനം തുടങ്ങും ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് തൊട്ടുള്ള ഇതിൽ. അപ്പോൾ ലൈക്ക് നമുക്ക് ബാക്കിയുള്ള ഗ്യാങ്ങിനെ പോലെ നമുക്ക് അങ്ങനെ ആവാൻ ആയിട്ട് താല്പര്യമില്ല. മെയിനായിട്ട് നമ്മളെ ഗ്യാങ് എങ്ങനെയാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നമ്മുടെ ഗ്യാങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ലീഡറിനെ മാറ്റണം, അല്ലെങ്കിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഹയറാർക്കി അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ ഇതാക്കിയിട്ടില്ല. ടി വി ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ കൊണ്ടുപോകാനാണ് നമ്മുടെ താല്പര്യം, ബാക്കിയുള്ള ടി വിയിലെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും താല്പര്യം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമ്മളിപ്പോൾ എല്ലാവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എ ടി വിയെ ഗ്യാങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി സിറ്റിയിൽ കാണത്തില്ല. അതായത് ബാക്ക് ടു നോർമലായിട്ട് ഈകള് വന്ന്, അല്ലെങ്കിൽ ഈകള് ഇനി വരുമോ ഇല്ല എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിയത്തില്ല. ലൈക്ക് ബാക്ക് ടു നോർമലായിട്ട് ഈകള് വരാണ്ട് ടി വി എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാകത്തില്ല. ഗ്യാങ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആസ് എ ഒരു ഫാമിലി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ. ഫാമിലി എന്നല്ല, നമ്മള് ഇപ്പൊ ടി വിയിലുള്ള മെമ്പേഴ്സില് എന്നും ആർ പിയിൽ കയറുന്നവര് ആർ പി കയറാൻ ചെയ്യുമ്പോ നോർമലി സിറ്റിസൺസ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ആർ പികൾ ഒരുമിച്ച് നടക്കും, ഒരുമിച്ച് വരും. ഭയങ്കര പണ്ട് വെച്ചാൽ ഒരു ആദ്യത്തെ ഒരു ഫോം ചെയ്ത ടൈമില്ലേ, ആ ടൈമിൽ എങ്ങനെയാണ്. അപ്പം ഈ ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് ആർ പിയും അങ്ങനെയായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാരും ഒരുമിച്ച് നടക്കുന്ന ഒരു ആർ പികൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അല്ലായിരുന്നു. അപ്പം നമ്മളിപ്പം അതേപോലെ നമ്മൾ ഇനി ഒരു ആർ പികൾ കാര്യങ്ങൾ നോർമലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടമുള്ള ആർ പികൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പല പല ആർ പികളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഗ്യാങ് ആർ പി എന്നുള്ള രീതിയിൽ ഗ്യാങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊന്നും ഒന്നുമില്ല. എന്ന് വെച്ചാൽ ടി വി എന്നുള്ള ടാഗ് ഇട്ടുകൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല. എന്ന് വെച്ചാൽ ഗ്യാങ് ഡ്രസ്സോ ഗ്യാങ് വണ്ടിയോ ഗ്യാങ് ഹൗസോ അങ്ങനത്തെ കാര്യങ്ങൾ. ഗ്യാങ് ഹൗസ് വേണമെങ്കിൽ നമുക്ക് നോർമലി നമ്മളുടെ ഒരു വീടെന്നുള്ള രീതിയിലെല്ലാം സെറ്റ് ചെയ്യാം. അല്ലാതെ അതിനപ്പുറം ഗ്യാങ് എന്നുള്ള ഒരു പ്രിവിലേജും നമ്മൾ ഈ സിറ്റിയിൽ കാണിക്കത്തില്ല. ഗ്യാങ് ആയിട്ട് നമ്മൾ കളിക്കത്തില്ല. അല്ല, അതിന് മെയിൻ റീസൺ എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത് നിർത്തിയത് എന്താണ്, പുള്ളിയുടെ ഫാമിലി ഡ്രാഗ് ചെയ്യുന്നു, പുള്ളിയുടെ പേര് ഡ്രാഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളാണ്. നമ്മൾ ഈ ഗ്യാങ് ആർ പി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും അത് തന്നെ ഓരോരുത്തന്മാർ ചെയ്യും. ഈ വാസുവിടെ പരന്ത് വാസുവിടെ ഇതോടെ ലീഡർമാരില്ലേ വീണ്ടും ആ ടോപ്പിക്കിലോട്ട് പോകും. ലൈക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് മാക്സിമം അങ്ങനെ ഒരു ഹെയ്റ്റ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈഗിൾ ബ്രോ ഉള്ളപ്പോൾ കുഴപ്പമില്ല. ഈഗിൾ ബ്രോ ഉള്ളപ്പോൾ നമ്മൾ ഈഗിൾ ബ്രോ ഉണ്ട്, ഈഗിൾ ബ്രോയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഫാമിലിയെ പറയുന്നതിനോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഈഗിൾ ബ്രോയെ പറയാം, എന്ത് വേണം ചെയ്യാം. പക്ഷേ പുള്ളി ഇല്ലാത്തപ്പോൾ കൂടെ ആ ഒരു ടോപ്പിക്ക് നമ്മളിനിപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്ന കാരണം ഡ്രാഗ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഗ്യാങ് സിറ്റുവേഷൻസ് ഒന്നും വേണ്ട എന്ന് എല്ലാവരും കൂടെ ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തത്. അതും കൂടി രണ്ടും അത് മാത്രം അതിപ്പോ ചന്ദ്രൻ പറഞ്ഞ ആ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൂടി ഇൻക്ലൂഡ് ആയ നമ്മള് ടി വി നമുക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. ഇപ്പൊ ഇതിനകത്ത് കുറെ മെയിൻ ആയിട്ടുള്ള കുറെ പേരുണ്ട്. ഇവരൊക്കെ നോർമലി അടുത്തം ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ കാരണം വരാൻ പറ്റാണ്ട് അവർക്ക് സർക്കംസ്റ്റൻസസ് കൊണ്ട് വരാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സീനില് ഇപ്പം ഈകള് ഇപ്പൊ ഇല്ലാണ്ട് മാറി നിൽക്കുമ്പോ നമ്മളെ ഗ്യാങ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങളൊക്കെ തീരാനൊന്നും പോണില്ല. ഇതൊക്കെ അപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ആകാൻ പോണത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആസ് ഒരു ആർ പി ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആർ പിയും കാര്യങ്ങൾ കാണുക, അല്ലെങ്കിൽ ഈ റോബറി ഇടാത്തുള്ള ചെറിയ ചെറിയ ഫൈറ്റുകൾ കാണുക, അതൊക്കെയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്റ്റിൽ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ലൈവുകളിൽ ഇനിയും കാണും. നല്ല നല്ല ആർ പികൾ നമ്മൾ മാക്സിമം ചെയ്യാനും നോക്കും. നിങ്ങൾക്ക് ആ രീതിയിൽ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആർ പി എൻജോയ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി സപ്പോർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഗ്യാങ് ആർ പി തന്നെ കാണണം എന്നൊരു മൈൻഡ് ആണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റത്തില്ല. കേസ് എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ ഡെസിഷൻ ഇതാണ്. നമുക്ക് എല്ലാവർക്കും നമുക്ക് കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും താല്പര്യം ഇങ്ങനെ പോകാൻ വേണ്ടി തന്നെയാണ്. ഇനി നമുക്ക് അതിലോട്ട് പോയി ഒരു ഇതാ വയ്യ.
ലൈക്ക് നമുക്കൊരു ഫാമിലി രണ്ട് സൈഡിലും അത് പ്രശ്നമാവത്തുള്ളൂ എന്തായാലും. രണ്ട് സൈഡിൽ ഇപ്പോൾ ഈഗിൾ ബ്രോയ്ക്ക് ആണെങ്കിലും നമുക്കാണെങ്കിൽ അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ വരും. എന്ത് വേണ്ടെന്ന് വെച്ചാണ് എല്ലാം നടത്തിയത് അത് തന്നെ വീണ്ടും നടക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം നമുക്ക് ആ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല കേസ്. നമ്മുടെ ഹൈറാർക്കിയിൽ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് അതൊരു ഭയങ്കര ബാക്കി ഷോവാണ്. ഇവിടെ ഉള്ള ഇപ്പൊ ആര് ലീഡർ കഴിഞ്ഞിട്ട് ഈഗിൾ ലീഡർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു കോ ലീഡർ ആവുന്നതും അതൊക്കെ അവർ ഏൺ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഓരോരുത്തരാണേലും അവരുടെ ആ ഒരു ഗ്യാങ്ങിന് വേണ്ടി അവർ ഓരോന്ന് ചെയ്തിട്ട് ഏൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ അങ്ങ് കൊടുത്തതല്ല. അവർക്ക് ആ ഒരു വാല്യൂ ഉണ്ട് എന്ന് അവരായിട്ട് അതിന് അർഹതപ്പെട്ടാണ് കാണിച്ചിട്ട് എടുത്തത്. അപ്പം അവർക്ക് പകരവും വേറൊരാളെ വെച്ചാലും അതും സെറ്റ് ആവത്തില്ല, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ ലീഡറായിട്ടൊട്ട് ഓരോരുത്തർ താഴെയുള്ള ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ട്. അപ്പം നമ്മളത് കീപ്പ് ചെയ്തിട്ട് ഇതുവരെ RP ആണെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. സോ ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഇതാണ് നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇപ്പൊ അത് കൂടി ക്ലിയർ ആക്കി തരാം. അത്രേ ഉള്ളൂ. വേറെ പിന്നെ ഗൈസ് നമ്മള് വെടിവെക്കാനെടുത്ത നമ്മുടെ പിള്ളേരുടെ കാര്യം ഒന്നും മറന്നിട്ടില്ല. ലൈക്ക് അവരവരുടെ പ്രാക്ടീസ് കാര്യങ്ങളും എല്ലാം ലൈക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം നടത്തും. ലൈക്ക് നമ്മുടെ കൂടെ RPയിലും ഉണ്ടാവും. ഈ വെടിവെക്കാനെടുത്തെന്ന് പറഞ്ഞാൽ വെടി മാത്രമല്ല, നമ്മുടെ കൂടെ അവരെല്ലാ കാര്യത്തിനും അവരും ഉണ്ടാവും. പിന്നെ അവർക്ക് ഫൈറ്റും കാര്യങ്ങളും ഉള്ള പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം അവർ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ കളിക്കുന്ന സെർവറിൽ നമ്മൾ ഫൈറ്റോ കാര്യങ്ങൾക്കോ ഒന്നും കാരണം ഒരു ഫൈറ്റും സിറ്റുവേഷനും വരുമ്പോഴാണ് എപ്പോഴും പല കാര്യങ്ങളും ഡ്രാഗ് ആവുന്നത്. സോ അത് ഒഴിവാക്കണം. അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വേറെ ഇപ്പൊ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർക്ക് വേറെ സെർവറുകളിൽ അവർക്ക് TV എന്നുള്ള നെയിമിലല്ലാണ്ട് അവർക്ക് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് അവർക്ക് ഫുള്ള് ഇത് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ഫുൾ പെർമിഷനും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗൺ പവർ മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് അതിന് ഫുള്ള് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. വെച്ചാൽ അവർക്ക് എല്ലാം അവരുടെ ഇഷ്ടം പോലെ ചെയ്യുക, അതിലൊരു സീനൊന്നുമില്ല. സോ അത് കംപ്ലീറ്റ്ലി നിന്ന് പോയി എന്നൊരു രീതിയിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല, മനസ്സിലായില്ലേ? ഒരാൾ ചോദിച്ചാണ് ഈഗിൾ ബ്രോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ TV തിരിച്ചു വരില്ല. ഉറപ്പായിട്ടും ബ്രോ വരും. കാരണം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പുള്ളിയെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി? ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയി ഈഗിൾ ബ്രോ വാ എന്നുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്ത് തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഫോഴ്സ് ചെയ്യാനും അവന്റെ കാരണങ്ങൾ അവൻ വ്യക്തമായിട്ട് നമുക്കതിന് നമുക്കൊരു മറുപടി കൊടുക്കാനില്ല പുള്ളിക്ക്. എടാ ഇങ്ങനെയാണ് എന്നോടും എന്റെ ഫാമിലിയോടും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങള്. പിന്നെ അതുമല്ല കേസ്, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മള് കുറച്ചാള് ഞങ്ങൾക്ക് ഭയങ്കര ഫൈറ്റ് സിറ്റുവേഷൻ എടുക്കാനും ഇപ്പൊ മൈൻഡ് ഇല്ല. ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. കാരണം കുറെ നാളത്തേക്ക് ഇപ്പൊ കുറച്ച് ഈ ഹേറ്റും കാര്യങ്ങളും അതൊക്കെ ഒന്ന് നിക്കണമെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത തന്നെയാണ് നല്ലത്. അപ്പം ഇപ്പൊ ഈഗിൾ വരുവാണേലും ഉടനെ ഗ്യാങ് RP സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളെ പ്ലാൻ. അത് ഞങ്ങൾ കുറച്ച് പഴയ പോലെ നോർമൽ കമ്മ്യൂണിക്കേഷൻ RPയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാങ് RP ചെയ്യണമെന്ന് തോന്നിയാൽ അന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴേ ചാടിക്കയറി വന്ന ഉടനെ നമ്മൾ തിരിച്ച് വെടിവെപ്പിലോട്ട് മാറും എന്ന് ഞാൻ എന്തായാലും വെടിവെപ്പിലോട്ട് ഉടനെ ഇല്ല. എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, നമുക്കിതൊരു ഹീലിംഗ് ടൈമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞോ, മനസ്സിലായില്ലേ? എനിക്കിപ്പോ തിരിച്ചിപ്പോ ഈ ഒരു ബ്രേക്ക് വന്ന ടൈമിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ RP കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോട് അത്രയാണ് കുറച്ചുകൂടി താല്പര്യം എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഉടനെ ഇപ്പോൾ വന്ന ഉടനെ ആണെങ്കിലും നിങ്ങൾ വന്നാലും ഉടനെ ആണെങ്കിലും ഞാൻ ഗ്യാങ് RP അവൻ ഇപ്പം ഗ്യാങ് ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളോട് ചാടിക്കയറി എന്തായാലും ഇല്ല. കുറച്ച് RPസും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊക്കെയാണ് എൻ്റെ മൈൻഡ്. കാരണം ഇതൊക്കെ ഒന്ന് നല്ലോണം ഒതുങ്ങിയിട്ട് എല്ലാം നോക്കി ആകുമ്പോഴത്തേക്ക് മതി എന്നാണ് എൻ്റെ മൈൻഡ്. അത് നിങ്ങൾ ചോദിക്കുന്നില്ലേ കുറച്ച് കഴിയുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഈഗിൾ ബ്രോ വരുന്നതും ഇല്ലാത്തതും ഈഗിൾ ബ്രോയുടെ ഇഷ്ടമാണ് ഗൈസ്. ഒരിക്കലും നമ്മൾ ആരും ഫോഴ്സ് ചെയ്യത്തില്ല, ഫോഴ്സ് ചെയ്യുന്നുമില്ല. നിങ്ങൾ ഫൈറ്റ് സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ നെയിംസ് ഡ്രാഗ് ആവില്ലെന്നാണോ വിചാരിക്കുന്നത്? ബ്രോ ഫൈറ്റ് സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഡ്രാഗ് ആവൂല എന്നുള്ളതില് ഞാൻ സിമ്പിൾ പറഞ്ഞില്ല ബ്രോ, സിമ്പിൾ കാര്യം പറയാം. ഞാന് ഒരു വാർ എടുക്കാൻ പോകുമ്പോഴായിരിക്കും അതോ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടോക്സിസിറ്റിയിലേക്ക് ഉണ്ടാവാൻ ചാൻസ്. അത് ഉറപ്പായിട്ട് വാർ എടുക്കുമ്പോഴല്ലേ. അപ്പൊ കുറച്ചെങ്കിലും കുറയട്ടെ, അത്രേ ഉദ്ദേശമുള്ളൂ. ഇപ്പൊ 100% മാറണ്ട, 50% കുറയല്ലോ, അത് മതി. അത് അത്ര ഉദ്ദേശം. സിമ്പിൾ. ടർഫ് ബ്രോ, ടർഫ് വന്നാലും കാണും, തീരത്തില്ല. അവിടെ കാണുമല്ലോ ടർഫ്. വരട്ടെ നമുക്ക് എല്ലാം ഇല്ല ബ്രോ, ടർഫ് ഇല്ല. ഗ്യാങ് പ്രിവിലേജ് ആയിട്ടുള്ള ഒന്നുമില്ല. ഗ്യാങ് എന്നുള്ള ഒരു സംഭവം നമ്മൾ അതായത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു ഫാമിലി എങ്ങനെയാണ് ആക്ട് ചെയ്യണം അതുപോലെ ആയിരിക്കും. ലീഡർ കോലീഡർ അങ്ങനത്തെ സാധനം ഫാമിലി എന്ന് വെച്ചാൽ സിറ്റിയുടെ അകത്തെ ഫാമിലി അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളൊരു ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഓൾറെഡി. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ഒരു ബോണ്ടിങ് ഒരു ഫാമിലിയെ പോലെ നമ്മൾ നടക്കും, അത്രേ ഉള്ളൂ. അതായിരിക്കും. അതിൻ്റെ അകത്ത് ഗ്യാങ് വണ്ടി ഇടിച്ച് അടിയുണ്ടാക്കി